ആർത്തി മൂത്താൽ നാം വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഗൂഗിൾ ചെയ്താലും കാണാൻ പറ്റും. 1923 ദ റിച്ചസ്റ്റ് 8 ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ധനികരായിട്ടുള്ള 8 പേര് അവര് ഒരുമിച്ച് വന്നു ഒരു മീറ്റിങ്ങിന്. അന്ന് അവർക്കുണ്ടായിരുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ട്രഷറിക്കുണ്ടായിരുന്ന സമ്പത്തിനേക്കാൾ കൂടുതലായിരുന്നു. അപ്പൊ അവരുടെ സാമ്പത്തിക നിലവാരം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു യാഥാർത്ഥ്യം അവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 25 വർഷത്തിനകം ഈ 8 പേരും പാപ്പരായി. അതിൽ ചിലരൊക്കെ ആത്മഹത്യയിലാണ് അവരുടെ ജീവിതം അവസാനിപ്പിച്ചത്. ചിലര് മാനസിക രോഗികളായി മാറി സമ്പത്ത് കൈവിട്ടു പോയപ്പോൾ. ഒരു വ്യക്തി സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു കാലത്ത് പുള്ളി ബ്രാൻഡ് ഐറ്റം മാത്രമേ വാങ്ങിക്കത്തുള്ളൂ. ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ പുള്ളിയെ കണ്ട് മക്കളും അങ്ങനെ തന്നെയായിരുന്നു. ബ്രാൻഡ് ഐറ്റം, അതിനേക്കാൾ കുറഞ്ഞ ഒരു കാര്യത്തിലേക്കും അവർ പോകത്തില്ല. അതിന് എത്ര വിലയാണെങ്കിലും അത് കൊടുത്ത് വാങ്ങിച്ചിരിക്കും. അതിനുശേഷം അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ സാമ്പത്തിക നിലവാരം എല്ലാം തകർന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ്, പുതിയ ഡ്രസ്സ്, അതുപോലെ തന്നെ മര്യാദയ്ക്ക് തിരി ഭക്ഷണം കഴിക്കുന്ന കാര്യം അതുപോലെ ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ഒരു കാര്യം വചനം നമ്മെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തി 6-ാം അധ്യായം 17-ാമത്തെ വചനം. അവിടെ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നശ്വരമായ സമ്പത്തിൽ ആശ്രയിക്കാതെ അനശ്വരനായ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അതിനു പകരം ലൗകിക സമ്പത്തിൽ ആർത്തി പൂണ്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ അവസാനം വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ആർത്തി നമ്മെ കെണിയിൽപ്പെടുത്തും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1 തീമോത്തി 6-ാം അധ്യായം 9-ാമത്തെ വചനം. ധനമോഹികളെ കാത്തിരിക്കുന്നത് കെണിയാണ്. നമുക്ക് സമ്പത്ത് ശേഖരിക്കാം, സമ്പത്ത് ഉപയോഗിക്കാം, പക്ഷേ ധനമോഹം തലയ്ക്ക് പിടിച്ചാൽ അതൊരു കെണിയായി മാറും. അതിൽ പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1 രാജാക്കന്മാർ 21-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നുണ്ട് ആഹാബ് ജസബൽ ദമ്പതിമാർ. അവർക്ക് ധനമോഹം കയറി, ആർത്തി പൂണ്ടു. അവർക്ക് അതിന്റെ ഫലമായിട്ട് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൂടി പിടിച്ചെടുക്കാനുള്ള ആ ഒരു ചിന്ത വന്നു. അവസാനം നമ്മൾ കാണുകയാണ് 2 പേരുടെയും ജീവിതം വട്ടപൂജ്യമായി. ആർത്തി പൂണ്ടതാ. അതനുസരിച്ച് പെരുമാറിയതിന്റെ ഫലമായിട്ട് യാക്കോസ്ലിയ 1-ാം അധ്യായം 14-15 വചനങ്ങള് അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ചാൽ അത് പാപത്തെ പ്രസവിക്കും. പാപം പൂർണ്ണ വളർച്ച എത്തുമ്പോൾ മരണം സംഭവിക്കും. വീണ്ടും നമ്മൾ കാണുന്നത് അങ്ങനെയുള്ളവരുടെ ജീവിതം വട്ടപൂജ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യാക്കോസ്ലിയ 5-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ധനവാന്മാർക്ക് ഒരു മുന്നറിയിപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഏത് വിധേനയും ധനം സമ്പാദിക്കണം, ധനികനാകണം എന്ന് ചിന്തിക്കുന്നവര് അവരുടെ ഹൃദയം കൊലയുടെ ദിവസത്തേക്ക് വേണ്ടി കൊഴുപ്പിക്കുക. കാരണം അവർക്ക് വേണ്ടി അധ്വാനിച്ച ജോലി ചെയ്തവർക്ക് മര്യാദയ്ക്ക് കൂലി പോലും കൊടുക്കാതെ കണ്ട് ഇവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നോക്കി. അങ്ങനെയുള്ളവർ ചെയ്യുന്നൊരു കാര്യം കൊലയുടെ ദിവസത്തേക്ക് വേണ്ടി അവരുടെ ഹൃദയത്തെ കൊഴുപ്പിക്കുന്നു എന്നാണ് ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുക. യെശയ്യാ 5-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ അവിടെയും ഒരു സൂചനയുണ്ട്. മറ്റാർക്കും വസിക്കാൻ വയ്യാത്ത വിധം വയലോട് വയൽ ചേർത്ത്, വീടോട് വീട് ചേർത്ത് അതിന്റെ ആ സുഖലോലുപതിയിൽ ജീവിക്കുന്ന വ്യക്തികൾ, അവരുടെ ഈ ആർത്തി കാരണം മറ്റുള്ളവർക്ക് ആവശ്യത്തിനുള്ളത് പോലും കിട്ടാതെ പോകുന്ന ഒരവസ്ഥ. അവർക്ക് വരാവുന്ന വിന വളരെ വലുതാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആർത്തി നമ്മെ വട്ടപൂജ്യമാക്കും എന്നുള്ളത് തെളിയിക്കുന്ന ചില സംഭവങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വചനം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യം മൂലം ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചു, ഞങ്ങൾ ശാപവും ശിക്ഷയുമേറ്റ് ചിതറിക്കിടക്കുന്നു. അവർ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ പിതാക്കന്മാര് ആർത്തിയോടെ പല കാര്യങ്ങളും ചെയ്തു, ആർത്തി മൂലം പല കാര്യങ്ങളും ചെയ്തു, അതുപോലെ ഞങ്ങൾ ഇന്ന് വട്ടപൂജ്യമായിരിക്കുന്നു, ഞങ്ങൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നു. 1 സാമുവേൽ 2-ാം അധ്യായം. ഏലിയും മക്കളും ആർത്തി കൊണ്ട് പ്രവർത്തിച്ചപ്പോൾ അവർക്കുണ്ടായത് അവസാനം അത്യാവശ്യം റൊട്ടിയും വെള്ളം മേടിക്കാനുള്ള ഒരു വരുമാനം കിട്ടാൻ എന്തെങ്കിലും പണി ഞങ്ങളെ ഏൽപ്പിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്നത് കാണാൻ പറ്റും. മാന്യമായി ജീവിച്ചിരുന്നവരാ. ആർത്തി പൂണ്ട് പ്രവർത്തിക്കാതിരുന്നെങ്കിൽ അത് വരികയില്ലായിരുന്നു. അവര് ദൈവത്തിന്റെയും കൂടെ ഷെയറിൽ കണ്ണു നട്ടു. അതാണ് ഈ അവസ്ഥയിലേക്ക് അവരെ നയിച്ചത്. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആലയം തകർന്നു കിടന്നിട്ട് അതേക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ എന്റെ വീടിന് മച്ചിടണം, എന്റെ വീട് മോടി പിടിപ്പിക്കണം, അങ്ങനെ ചിന്തിച്ച ചില വ്യക്തികളെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. മറ്റാരെയും മാനിക്കാതെ, മറ്റാരുടെയും ആവശ്യത്തിലേക്കൊന്ന് ശ്രദ്ധ പോലും വിടാതെ കണ്ട് എന്റെ സുഖം, എന്റെ പ്രൗഢി, അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിച്ചവര്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ 7 പുതപ്പിട്ട് പുതച്ചാലും നിന്റെ കുളിര് മാറത്തില്ല, നീ എത്ര ഭക്ഷിച്ചാലും കുടിച്ചാലും നിന്റെ വിശപ്പും ദാഹവും മാറത്തില്ല, നീ സമ്പാദിച്ചത് കൊണ്ട് ഇട്ടത് ഓട്ടപാത്രത്തിൽ ഇട്ടതുപോലെയാണ്. അതെന്തൊരു ദുരവസ്ഥയാണ്. അത് നമ്മെ വട്ടപൂജ്യമാക്കുന്ന കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ അധികം പാടുപെടേണ്ടതില്ല. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഈ സമ്പത്ത് ക്ഷയിച്ച്
വട്ടപൂജ്യമായ ആ 8 വ്യക്തികളെ കുറിച്ചാണ്. ദ റിച്ചസ്റ്റ് 8 ഇൻ ദ വേൾഡ്. 25 വർഷത്തിനകം അവരെല്ലാവരും പാപ്പരായിട്ട് മാറി. ഒന്നാമത്തെ ആളാണ് ചാൾസ് ഷാബ്. അദ്ദേഹം ഒരു സ്റ്റീൽ കമ്പനി ഉടമ, വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വട്ടപൂജ്യമായി എന്ന് പറഞ്ഞാൽ പാപ്പരായിട്ട് മാറി. ഹോവേർഡ് ഹബ്സൺ രണ്ടാമത്തെ ആള്. അദ്ദേഹം ഒരു പെട്രോളിയം കമ്പനിയുടെ ഉടമയായിരുന്നു. വലിയ ധനികനായ മനുഷ്യൻ. അദ്ദേഹം അവസാനം പാപ്പരായിട്ടാണ് മരിച്ചത്. മൂന്നാമത്തെ ആളാണ് ആർത്തർ കട്ടൻ. അദ്ദേഹം ഒരു വൻ വ്യവസായിയായിരുന്നു. ഒരു കമ്പനി ഉടമയായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം കടത്തിൽ കുടുങ്ങി ആണ് അദ്ദേഹം മരിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. അടുത്ത ആളാണ് റിച്ചാർഡ് വൈറ്റ്നി. അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹവും കടം കയറിയാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അതിനുശേഷം പുള്ളി മരിക്കുന്നത് കാണാൻ പറ്റും, കടം കയറി. ആൽബർട്ട് ഫോർഡ് അദ്ദേഹമാണ് അടുത്ത ആള്. അമേരിക്കൻ പ്രസിഡന്റ് ക്യാബിനറ്റ് മെമ്പർ. അത്രയും വലിയ സ്ഥാനമുണ്ടായിരുന്ന വ്യക്തി, വളരെ ധനികനായിരുന്ന വ്യക്തി. അദ്ദേഹവും മരിച്ചത് പാപ്പരായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത മൂന്ന് പേരും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. കടം കയറി അവസാനം മാനസികമായിട്ട് അവരുടെ നിലവാരവും തെറ്റി ആത്മഹത്യ ചെയ്തു. ജെസ്സി ലിവർമോർ, ഐവൺ ക്രൂഗർ, ലിയോൺ ഫ്രസർ, ഈ 3 പേരും പാപ്പരായി ആത്മഹത്യ ചെയ്തവരാണ്. ഇവർ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമല്ലേ? നമുക്ക് നശ്വരമായ സമ്പത്താണ് ദൈവമെങ്കിൽ അത് നമ്മെ വട്ടപൂജ്യമാക്കാം. അനശ്വരനായ ദൈവമാണ് നമ്മുടെ സമ്പത്തെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ പാപ്പരായാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചുയർത്തുന്ന അനുഭവം ഉണ്ടാകും. അതാണ് ജോബിന്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ആർത്തി പൂണ്ട് ജീവിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. ആർത്തിയും ആസക്തിയും പൂണ്ടവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും എന്നരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അങ്ങ് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അങ്ങാണെന്നും അങ്ങിലാണെന്നും യേശുവേ നാഥ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്ന് ഞങ്ങൾ ധ്യാനിച്ച വചന വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതം നവീകരിക്കാനും പുനരാരംഭിക്കാനും ഞങ്ങൾക്ക് വരമരുളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഏറ്റെടുത്ത് അതെല്ലാം നിറവേറ്റി തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.